കഴുകി കാണിക്കാൻ വേണ്ടിട്ടോ ഞാൻ നോ മേക്കപ്പിന്റെ ഒരു വീഡിയോ ഇട്ടുണ്ടായിരുന്നു. നോ മേക്കപ്പ് നോ ഫിൽറ്ററിന്റെ. അപ്പൊ മോൻ കഴുകാൻ വേണ്ടി പോകട്ടോ. നോക്കാം. നമ്മൾ സോപ്പ് ഉപയോഗിച്ച് തന്നെ മോൻ കഴുകാം. നമുക്ക് മേക്കപ്പ് ഒന്നും ഇല്ലാന്ന് അറിയിക്കാൻ കേട്ടോ. കണ്ടല്ലോ. നമസ്കാരം. ഞാൻ ഇന്ന് രാവിലെ ഫേസ്ബുക്ക് സ്ക്രോൾ ചെയ്തപ്പോൾ കണ്ടതാണ് ജാസിയുടെ ഈ ഒരു വീഡിയോ. റീസെൻ്റ്ലി അപ്ലോഡ് ചെയ്തിട്ടുള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ ഈ ക്ലിയർ സ്കിൻ എന്ന് കാണുമ്പോൾ പെൺകുട്ടികൾക്ക് കുറച്ച് ആകാംക്ഷ കൂടുതലല്ലേ. അപ്പോൾ ഞാനിതിങ്ങനെ 2-3 തവണ കണ്ടു കേട്ടോ. കണ്ടുകൊണ്ടിരുന്ന സമയത്ത് ഞാൻ ജസ്റ്റ് അതിൻ്റെ കമൻറ്റ് സെക്ഷൻ ഒന്ന് ഓപ്പൺ ആക്കി നോക്കി. കമൻറ്റ് സെക്ഷൻ ഓപ്പൺ ആക്കി നോക്കിയപ്പോൾ എനിക്ക് ഭയങ്കര വിഷമം വന്നു. വിഷമം മാത്രമല്ല, അതിൻ്റെയോടൊപ്പം തന്നെ ദേഷ്യവും കൂടി വന്നു. അത്രയ്ക്ക് മോശമായിട്ടുള്ള കമൻസുകളൊക്കെയാണ് ആ വീഡിയോയുടെ അടിയിൽ വന്നത്. എനിക്ക് മനസ്സിലാകുന്നില്ല, ഇങ്ങനെയൊക്കെ മനുഷ്യന്മാർക്കാകാൻ സാധിക്കുമോ? അതിലെ ഒരു കമൻ്റാണ് ഞാൻ ഈ കാണിച്ചിരിക്കുന്നത്. എല്ലാ കമൻറ്റും കാണിക്കാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. ഏകദേശം ഇതിനോട് സിമിലർ ആയിട്ടുള്ള കമൻസ് ആണ് അതിനകത്ത് വന്നേക്കുന്നത്. 90% കമൻസും ഇത്തരത്തിലുള്ളതാണ്. ഒരു വ്യക്തിയോട്, ഒരു മനുഷ്യനോട് ചോദിക്കുകയാണ്, മുണ്ട് മാറ്റി കാണിക്കാമോ, ആണാണോ പെണ്ണാണോ എന്നറിയണം. അതാണിപ്പോൾ എല്ലാവരുടെയും ആകാംക്ഷ. ജാസി ആണാണോ പെണ്ണാണോ എന്നറിയണം. ഒരു മനുഷ്യനോട് ഈ രീതിയിൽ മുറിവേൽപ്പിക്കാൻ വേണ്ടിയിട്ട് എങ്ങനെ മറ്റുള്ള മനുഷ്യന്മാർക്ക് സാധിക്കുന്നു? ഒരു മനുഷ്യനെ അധിക്ഷേപിച്ചിട്ട് അങ്ങ് സുഖം കണ്ടെത്തുകയാണ്. അയാളുടെ മനസ്സിലെ മുറിവേൽപ്പിച്ചിട്ട് അതിനകത്ത് ഇങ്ങനെ കുത്തി 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 അങ്ങ് സുഖം കണ്ടെത്തുകയാണ്. അങ്ങനെ ഒരു വൃത്തികെട്ട സമൂഹമായി പോയി നമ്മുടേത്. പ്രത്യേകിച്ച് ഈ ട്രാൻസ് കമ്മ്യൂണിറ്റിയിലുള്ള അല്ലെങ്കിൽ LGBT കമ്മ്യൂണിറ്റിയിലൊക്കെയുള്ള ആൾക്കാരെ കാണുമ്പോൾ ആൾക്കാർക്ക് അങ്ങ് കൗതുകം ഉണ്ടായിക്കോട്ടെ. ആ കൗതുകം മനസ്സിൽ തന്നെ വെച്ചാൽ പോരെ. അതിന് പകരം നേരെ ചെന്നിട്ട് അവരുടെ കമൻറ്റ് സെക്ഷനിൽ അവർ വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്യുമ്പോൾ അവരെ മോശക്കാരായിട്ട് ചിത്രീകരിക്കുക, കമൻറ്റ് സെക്ഷനിൽ ചെന്നിട്ട് ഇത്തരത്തിലുള്ള കമൻറ്റുകൾ ഇടുക, അവരെ കുത്തി നോവിപ്പിക്കുക, വിഷമിപ്പിക്കുക, വേദനിപ്പിക്കുക. നിങ്ങളൊക്കെ മനുഷ്യർ തന്നെ അല്ലേ? വേറെ ഒന്നും കൺസിഡർ ചെയ്യണ്ട. അവരും ഒരു മനുഷ്യരാണ്. ആ മനുഷ്യർക്ക് അവരുടേതായിട്ടുള്ള കാര്യങ്ങളുണ്ട്. ഇപ്പം ജാസിക്ക് പെണ്ണായിട്ട് നടക്കാം, ആണായിട്ട് നടക്കാം, പെണ്ണുങ്ങളെ പോലെ വസ്ത്രം ധരിക്കാം. അങ്ങനെ എത്രയോ വ്യക്തികൾ നമ്മുടെ നാട്ടിലുണ്ട്. ഇപ്പൊ പുരുഷനായിട്ട് ജനിച്ച സ്ത്രീയായിട്ട് മാറുന്നവരുണ്ട്, സ്ത്രീയായിട്ട് ജനിച്ച് പുരുഷനായിട്ട് മാറുന്നവരുണ്ട്. അവരൊക്കെ അവരുടെ ജീവിതത്തിൽ അവർ അനുഭവിച്ചിട്ടുള്ള വേദനകളൊന്നും നമ്മൾ അനുഭവിച്ചിട്ടുണ്ടായിരിക്കത്തില്ല. നമ്മൾ പറയത്തില്ലേ, മറ്റൊരാളുടെ ജീവിതം നമ്മൾ ജീവിച്ചെങ്കിൽ മാത്രമേ എത്രത്തോളം വിഷമകരമാണ് അവരുടെ ജീവിതം നമുക്ക് മനസ്സിലാവത്തുള്ളൂ. അല്ലാതെ നമ്മുടെ ജീവിതം ജീവിച്ചുകൊണ്ടിരുന്നിട്ട് മറ്റൊരാളുടെ ജീവിതത്തെ ജഡ്ജ് ചെയ്യാൻ വേണ്ടി നമുക്ക് യാതൊരു രീതിയിലുള്ള അവകാശവും ഇല്ല. ജാസിക്ക് ഇഷ്ടമുള്ള രീതിയിൽ വസ്ത്രം ധരിച്ചോട്ടെ. അയാളുടെ വീഡിയോ കാണാൻ ആഗ്രഹിക്കുന്നവർ മാത്രം പോയി കണ്ടാൽ പോരെ. അല്ലാത്തവർ എന്തിനാണ് കാണാൻ പോകുന്നത്? ചില ആൾക്കാർ മനഃപൂർവ്വം ചെല്ലും, ആ വീഡിയോ ഒക്കെ എടുത്തു നോക്കും. അവർക്ക് കാണാൻ താല്പര്യം ഉണ്ടായിരിക്കത്തില്ല, അവർ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടായിരിക്കത്തില്ല, ഫോളോ ചെയ്തിട്ടുണ്ടായിരിക്കത്തില്ല, ലൈക്ക് ഇട്ടിട്ടുണ്ടായിരിക്കത്തില്ല. പക്ഷെ ജസ്റ്റ് ഒരു ഇൻട്രസ്റ്റിംഗ് ആണല്ലോ ഇതൊക്കെ. ഭയങ്കര എന്തോ ഒരു താല്പര്യമുള്ള കാര്യമാണല്ലോ. അതിൻ്റെ ആ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് അവർക്ക് എന്തോ സുഖം കിട്ടാൻ വേണ്ടിയിട്ട് ഇവരുടെയൊക്കെ ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ പോയിട്ട് അവരുടെ വീഡിയോ കണ്ടിട്ട് അതിൻ്റെ ഇടയിൽ പോയിട്ട് ഇങ്ങനത്തെ കമൻറ്റുകൾ ഇടുക. അപ്പം ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്നറിയാമോ? യഥാർത്ഥത്തിൽ പ്രശ്നം ഈ ജാസിയെ പോലെയുള്ളവർക്കല്ല, ഇങ്ങനെ കമൻ്റ് ഇടുന്നവർക്കാണ്. റിയൽ ആയിട്ട് മാനസിക പ്രശ്നമുള്ളത് ഈ കമൻ്റ് ഇടുന്നവർക്കാണ്. അതായത് ഈ സാഡിസ്റ്റിക് മനോഭാവം എന്നൊക്കെ കേട്ടിട്ടില്ലേ? അത്തരത്തിലുള്ളൊരു മനോഭാവം നിങ്ങൾക്കുണ്ട്. എത്രയും പെട്ടെന്ന് ഏതെങ്കിലും ഒരു സൈക്കാട്രിസ്റ്റിനെ പോയി കാണിച്ചു കഴിഞ്ഞാൽ അത്രയും നല്ലത്. ശരിക്കും ജാസിയെ പോലുള്ളവർക്കല്ല പ്രശ്നം, അവരെ നോക്കി കാണുന്ന മറ്റുള്ള മനുഷ്യരുടെ മനസ്സിനാണ് പ്രശ്നം. ഒരു മനുഷ്യനാണ് എന്നുള്ള കൺസിഡറേഷൻ കൊടുക്കുക, മറ്റൊരു മനുഷ്യനോടുള്ള ബഹുമാനം കാണിക്കുക, അവരെ അംഗീകരിക്കേണ്ട, അവരെ സ്നേഹിക്കേണ്ട, അവരെ സപ്പോർട്ട് ചെയ്യേണ്ട, അവർക്ക് യാതൊരു രീതിയിലുള്ള കാര്യം കൊടുക്കണ്ട, അവർക്ക് പൈസയും കൊടുക്കണ്ട, അവർക്ക് ഒന്നും കൊടുക്കണ്ട. അവർ അധ്വാനിക്കുന്നു, അവർ ജീവിക്കുന്നു, അവർ ഇഷ്ടമുള്ള രീതിയിൽ വസ്ത്രം ധരിക്കുന്നു, അവർ ഇഷ്ടമുള്ള രീതിയിൽ നടക്കുന്നു. നമുക്ക് കൗതുകം ഉണ്ടെങ്കിൽ ആ കൗതുകം നമ്മുടെ ഉള്ളിൽ തന്നെ വെച്ചാൽ പോരെ. അതെന്നുണ്ടെങ്കിൽ മര്യാദയ്ക്ക് നോർമലായിട്ട് അവരോട് ചോദിക്കാം. ഇപ്പൊ പല കാര്യങ്ങളും അറിയാത്ത, ഇപ്പൊ ട്രാൻസ് കമ്മ്യൂണിറ്റി നടക്കുന്ന പല കാര്യങ്ങളും നമുക്ക് അറിയത്തില്ലായിരിക്കാം. അപ്പൊ അത്തരം കാര്യങ്ങൾ വളരെ ഫ്രണ്ട്ലി ആയിട്ട് ചോദിക്കാം. കാരണം അങ്ങോട്ടും ഇങ്ങോട്ടും ഇൻഫർമേഷൻ പാസ് ചെയ്യുക, അങ്ങോട്ടും ഇങ്ങോട്ടും കാര്യങ്ങൾ സംസാരിക്കുക എന്ന് പറയുന്നതിൽ പ്രശ്നമില്ല. വളരെ ഫ്രണ്ട്ലി ആയിട്ട് ചോദിക്കാമല്ലോ, വളരെ ഫ്രണ്ട്ലി ആയിട്ട് കാര്യങ്ങളെ കുറിച്ചിട്ട് അറിയാമല്ലോ. പക്ഷെ അതൊന്നുമല്ല, കമൻ്റ് ഇടണം. പക്ഷെ ഈ കമൻ്റ് ഇടുന്നവർക്ക് യഥാർത്ഥത്തിൽ ഒരു പേര് പോലും ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അൺഫോർച്ചുനേറ്റ്ലി ഇതുപോലെ ഫേക്ക് ID ഒക്കെ ക്രിയേറ്റ് ചെയ്യുക, നേരെ പോയി ഇത്തരക്കാരുടെ വീഡിയോസ് പോയി സെർച്ച് ചെയ്യുക, വീഡിയോസ് കാണുക, ഇത്തരത്തിലുള്ള കുറച്ച് കമൻറ്റുകൾ അങ്ങ് ഇടുക. ഞാൻ ആദ്യം പറയുന്നത് പോലെ മനുഷ്യനാണെന്നുള്ള പരിഗണനയെങ്കിലും കാണിക്കുക.
വേറെ ഒന്നും ചെയ്യണ്ട, അംഗീകരിക്കേണ്ട, ഒന്നും ചെയ്യണ്ട. അവരവരുടെ ജീവിതം ജീവിച്ചോട്ടെ. നമുക്ക് നമ്മുടെ ജീവിതം ഉണ്ടല്ലോ. നമ്മുടെ ജീവിതത്തെക്കുറിച്ച് ആലോചിച്ച് ബേജാറാവ്, അതിനെക്കുറിച്ച് ആലോചിച്ച് വിഷമിക്ക്. സ്വന്തം ജീവിതം എങ്ങനെയെങ്കിലും നല്ല രീതിയിൽ ജീവിച്ചു തീർക്കുക. ജാസിയെ പോലെയുള്ളവർ അവർ നന്നായിട്ട് കഷ്ടപ്പെടുന്നുണ്ട്, ജോലി ചെയ്യുന്നുണ്ട്, അധ്വാനിക്കുന്നുണ്ട്. അവരുടെ കാശ് കൊണ്ട് അവർ നന്നായിട്ട് ജീവിക്കുകയാണ്. നമ്മൾ എത്ര കുറ്റം പറയുവാണെന്നുണ്ടെങ്കിലും അവരുടെ ജീവിതം ജീവിക്കുകയാണ്. അപ്പൊ ഇങ്ങനെ ഫേക്ക് കമന്റ് ഒക്കെ ഇടുന്ന ഫേക്കോളികൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, സ്വന്തം ജീവിതം വളരെ മനോഹരമായിട്ട് ജീവിച്ച് മുന്നോട്ട് പോവുക. അത്തരക്കാരെ പോയി ശല്യം ചെയ്യാതിരിക്കുക. അവരുടെ ജീവിതം ജീവിച്ചോട്ടെ. നമ്മളെ ശല്യം ചെയ്യാൻ വരുന്നില്ല. ഓരോരുത്തർക്കും ഓരോ ഇൻഡിവിജ്വൽ ചോയ്സ് ഉണ്ട്, എങ്ങനെ നടക്കണം, എങ്ങനെ നടക്കണ്ട, അതിനനുസരിച്ച് അവർ ജീവിച്ചോട്ടെ.